നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് ഒരു വഴക്കുണ്ടാകുമ്പോൾ ആദ്യം പോയി സോറി പറയും? ഓർ നിങ്ങൾക്ക് സോറി പറയാൻ ബുദ്ധിമുട്ടാണോ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വഴക്ക് കൂടി കഴിഞ്ഞാൽ ആദ്യം പോയി സോറി പറയാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലേ? നമ്മളെപ്പോഴും വിചാരിക്കും, ഞാനല്ലല്ലോ തെറ്റ് ചെയ്തത്, അവനല്ലേ തെറ്റ് ചെയ്തത്, അപ്പോൾ അവൻ സോറി പറയട്ടെ, അല്ലെങ്കിൽ ഐ വാസ് നോട്ട് റോങ്, അപ്പോൾ ഞാൻ എന്തിന് ഞാൻ സോറി പറയണം, ഞാനല്ലല്ലോ തെറ്റ് ചെയ്ത്, സോ അവൻ വന്ന് സോറി പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ സംസാരിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ പെർസ്പെക്റ്റീവ്സ് ഉണ്ട് നമുക്കങ്ങനെ അപ്പോളജീസിനെ പറ്റിയിട്ട്. നമ്മളായിട്ട് പോയി സോറി പറഞ്ഞ് നമ്മൾ അവരെ എന്ത് ഫീൽ ചെയ്യിപ്പിച്ചോ അതിനൊക്കെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലേ? അത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ്. ഐ തിങ്ക് ദാറ്റ് ഇസ് ബിക്കോസ് നമ്മളെല്ലാവരും വളർന്നു വന്ന രീതി കൊണ്ടായിരിക്കാം. വി ആർ നോട്ട് യൂസ് ടു ഗെറ്റിംഗ് അപ്പോളജീസ് റൈറ്റ് അറ്റ് ഹോം. അതായത് നിങ്ങളുടെ എത്ര പേരുടെ വീട്ടിൽ നിങ്ങളെ പേരൻസ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് നിങ്ങളോട് വന്ന് സോറി പറഞ്ഞിട്ടുണ്ട്? ആൻഡ് ഇൻ കേസ് ദേ ഡു സേ സോറി, എത്ര പേരൻസ് അതിന് റെസ്പോൺസിബിലിറ്റി എടുത്തിട്ടുണ്ട്? ആസ് നിങ്ങളൊരു കുട്ടിയായിരിക്കുമ്പോൾ എത്ര ഇൻസിഡൻസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? നിങ്ങളുടെ പേരൻസ് എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് നിങ്ങളോട് ഷൗട്ട് ചെയ്തോ, എന്തെങ്കിലും വഴക്ക് പറയോ, എന്തെങ്കിലും ഭയങ്കര ഒരു ആർഗ്യുമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടായിട്ട് അവരായിട്ട് വന്ന് നിങ്ങളുടെ അടുത്ത് സോറി, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ ഷൗട്ട് ചെയ്തത് തെറ്റായിപ്പോയി, എനിക്കിതിങ്ങനെ നല്ല രീതിയിൽ പറയുന്നു, അതെൻ്റെ തെറ്റായിരുന്നു, അങ്ങനെ പറഞ്ഞ എത്ര പേരൻസിനെ നമുക്കറിയാം? അങ്ങനെ ഒരു ഓർമ്മ നമ്മളുടെ എത്ര പേർക്കുണ്ട് നമ്മളുടെ പേരൻസായിട്ട് നമ്മളോട് വന്ന് സോറി പറഞ്ഞത്? മിക്കവാറും നമ്മളുടെ ആർക്കും അതുണ്ടാവില്ല. മേ ബി ഒരു 2-3 ബ്ലെസ്ഡ് ആയിട്ടുള്ള കുറേ ആൾക്കാർക്ക് ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കും. ബട്ട് ഇൻ മൈ കേസ് ഇറ്റ് നെവർ ഹാപ്പൻഡ്. ഐ ഡോണ്ട് ഹാവ് എനി മെമ്മറി ഓഫ് ദെം ബീയിങ് സോറി ഫോർ ദെയർ ആക്ഷൻസ്. ഓഫ് കോഴ്സ് മേ ബി അവർ ചിലപ്പോൾ സോറി എന്ന് പറഞ്ഞിട്ടുണ്ടാകും, പക്ഷേ ദ വേർഡ് സോറി, ദാറ്റ് ഈസ് ദ വേർഡ് സോറി. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ദേ ഹാവ് എവർ told me sorry for shouting at you, that was a mistake. Because നമ്മളുടെ ആ പേരൻസിൻ്റെ ആ ഒരു ജനറേഷനിൽ ഷൗട്ടിങ് വാസ് എ റൈറ്റ് വേ ടു കറക്റ്റ് us, റൈറ്റ്? ഡിസിപ്ലിൻ പഠിപ്പിക്കാനും നമ്മൾ നല്ല ബിഹേവിയർ പഠിപ്പിക്കാനൊക്കെ എപ്പോഴും അവർ ചൂസ് ചെയ്തിരുന്ന ഒരു വേ ആണ്. ജസ്റ്റ് എ വെരി നോർമൽ വേ ഓഫ് ദെയർ പേരൻറ്റിങ് ആയിരുന്നു shouting and scolding. So I don't think they have ever said sorry or even felt sorry for doing that, because they just thought that is the way how I should parent my child. Welcome back to my channel, and today we are going to be talking about apologies. So that is our topic for the day. എങ്ങനെ നമ്മുടെ കുട്ടികളോട് apology, എങ്ങനെ നമ്മുടെ കുട്ടികളോട് സോറി പറയണം, ആൻഡ് ഈ സോറി പറയുന്നതുകൊണ്ട് വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് സേയിങ് സോറി ടു അവർ ചിൽഡ്രൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, പേരൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ആൻഡ് ടു ബി എ ജെന്റിൽ പേരൻറ്റ് ഇറ്റ്സ് ഈവൻ ഹാർഡർ. സോ വെറുതെ ഒരു കുട്ടിയെ വളർത്തിയെടുക്കാൻ ചിലപ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലായിരിക്കും. ബട്ട് ടു ടേക്ക് ദ കോൺഷ്യസ് എഫേർട്ട് ടു ബി ജെന്റിൽ ഓൺ ദ ചൈൽഡ്, സോ ദാറ്റ് നമ്മുടെ കുട്ടികളെ കുറച്ചുകൂടെ നല്ല രീതിയിൽ നമ്മൾ വളർന്നിക്കാണ്ട് കുറച്ചുകൂടെ നല്ല സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മളോടുള്ള അറ്റാച്ച്മെൻറ്റിലും ഒക്കെ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ഇറ്റ് ഈസ് വെരി ഹാർഡ്, റൈറ്റ്? സോ I do talk about gentle parenting a lot, പക്ഷേ it's not possible to be a gentle parent every day. മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു about boundaries, about how to set boundaries with your child. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു that we do make a lot of mistakes in parenting. നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് ദേഷ്യം വരുന്നത് ഭയങ്കര ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് പേരൻറ്റിംഗ്. ഇപ്പം ഞാൻ എൻ്റെ ഫോളോവേഴ്സിൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം ചോദിച്ചിരുന്നു, എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ട്രിഗർ ആവുന്നത്, എപ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത്? അപ്പം കുറേ ആൾക്കാർ പറഞ്ഞിരുന്നത് ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യം പിന്നെയും ചെയ്യുമ്പോഴാണ് മോസ്റ്റ്ലി ഭയങ്കര ദേഷ്യം വന്നിട്ട് ഞാൻ ഒച്ചെടുക്കുകയാണ്. സോ ഇങ്ങനൊരു സിറ്റുവേഷൻ ആക്ച്വലി അവോയ്ഡ് ചെയ്യാൻ നമുക്ക് ഭയങ്കര പാടാണ്, ഈ ദേഷ്യം വരുന്നത്. ദാറ്റ് ഈസ് നമ്മൾ കോൺഷ്യസ് ആയിട്ട് കുറേ എഫർട്ട് എടുത്താൽ മാത്രമേ അത് മാറുള്ളൂ. ആൻഡ് ഇറ്റ്സ് നോട്ട്, ആൻഡ് നമുക്കൊരിക്കലും ഷുവർ ആവാൻ പറ്റില്ല ദാറ്റ് എല്ലാ ദിവസവും നമ്മളിപ്പോൾ ഇന്ന് ഞാൻ ദേഷ്യപ്പെട്ടില്ല എന്ന് വെച്ചിട്ട് നാളെ ഞാൻ ദേഷ്യപ്പെട്ടുകൂടാ എന്നില്ല. നമുക്ക് എപ്പോഴും ഒരേ സ്വഭാവത്തിൽ ഒരേ മൂഡിലിരിക്കാൻ പറ്റില്ല, ബിക്കോസ് വി ആർ ഹ്യൂമൻസ്, റൈറ്റ്? നമ്മൾ മനുഷ്യരാണ്, നമുക്കും ഉണ്ട് ഇമോഷൻസ് ഒക്കെ. അപ്പോൾ കുട്ടികൾ എന്തെങ്കിലും ചിലപ്പോൾ ചെറിയൊരു തെറ്റ് ചെയ്യുമ്പോൾ ചില സമയത്ത് നമുക്ക് അത്ര നല്ല മൂഡൊക്കെ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും. ബട്ട് ഈ ദേഷ്യം വരുമ്പോൾ ആസ് എ പേരൻറ്റ് വാട്ട് ക്യാൻ വി ഡു ടു മേക്ക് ദാറ്റ് സിറ്റുവേഷൻ ബെറ്റർ? സോ ദാറ്റ് ഈസ് വെയർ അപ്പോളജി കംസ് ഫ്രം, ഓർ ദാറ്റ് ഈസ് വെയർ അപ്പോളജി ഈസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ നമ്മൾ കുട്ടികളോട് എങ്ങനെ അപ്പോളജൈസ് ചെയ്യണം? നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ടെൻഡൻസി ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആർഗ്യുമെൻറ്റോ എന്തെങ്കിലും കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് സോറി പറയണമെന്നുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ നമ്മളത് മീൻ ചെയ്തിട്ടായിരിക്കില്ല പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ കേസ് തന്നെ എടുക്കുക. നമ്മുടെ കുട്ടി കളിക്കുന്നതിൻ്റെ ഇടയിൽ വേറൊരു കുട്ടിക്ക് ഒരു അടി കൊടുത്തു. സോ നമ്മൾ നാച്ചുറലി എന്താ ചെയ്യുക? സേ സോറി ടു ഹിം. അപ്പം നമ്മുടെ കുട്ടി ഓക്കെ സോറി എന്ന് പറയും. പക്ഷെ ആ സോറി എന്ന് പറയുന്നത് ജസ്റ്റ് എ വേർഡ്, റൈറ്റ്? അത് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു സോറി അല്ല. ഇറ്റ്സ് നോട്ട് എൻ അപ്പോളജി ദാറ്റ് കെയിം ഫ്രം വിത്തിൻ. അവർ ജസ്റ്റ്
ആ കുട്ടീൻ്റെ അടുത്ത് നമ്മൾ പറയാൻ പറഞ്ഞുകൊണ്ട് അവരോട് സോറി പറയുന്നതല്ലാണ്ട് ഹി ഡസൻറ്റ് ഹാവ് എനി ഫീലിങ്സ് ഓർ എംപത്തി ഓർ എനിത്തിങ് ഫോർ ദാറ്റ് ചൈൽഡ് ഹു വാസ് ഹിറ്റ്. അപ്പം നമ്മളങ്ങനെ അപ്പോളജി ഉള്ളിൽ നിന്ന് വരാനും മാത്രം അവരെ എങ്ങനെ പഠിപ്പിക്കും? നമ്മൾ പറയണം, നമ്മൾ ചെയ്യണം. അവിടെയാണ് നമ്മൾ സോറി പറയുന്നതിന് ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ നമ്മുടെ കുട്ടികളോട് വീട്ടിൽ അപ്പോളജൈസ് ചെയ്യുക ഫോർ ആർ മിസ്റ്റേക്സ്, ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ആർ ആക്ഷൻസ്. നമ്മൾ എന്ത് ചെയ്യുന്നോ അതിന് അവർക്ക് എന്ത് ഫീൽ ചെയ്തോ അതിനെ എംപത്തൈസ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളുടെ ആക്ഷൻസിന് റെസ്പോൺസിബിലിറ്റി എടുത്ത് നമ്മൾ സോറി പറയുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് എ നാച്ചുറൽ പാർട്ട് ഓഫ് ദെയർ ലൈഫ്. അവരങ്ങനെയാണത് പഠിക്കുക, ടു ഹൗ ടു എംപത്തൈസ് വിത്ത് ദി അതർ പേഴ്സൺ ഹു വാസ് ഹേർട്ട്. എങ്ങനെയാണ് നമ്മൾ നമ്മുടെ കുട്ടികളുടെ സോറി പറയാം? നമ്മുടെ കുട്ടീൻ്റെ അടുത്ത് ഒച്ച എടുത്തു. ഈ ഒച്ച എടുക്കുമ്പം എല്ലാം കഴിഞ്ഞ് നമുക്കൊരു ഗിൽറ്റ് ഫീലിംഗ് വരുമ്പോൾ നമ്മൾ പറയും സോറി, പക്ഷേ മോൻ അങ്ങനെ അന്ന് നേരത്തെ ബേബി അങ്ങനെ ചെയ്തുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത്, അതുകൊണ്ടാണ് ഞാൻ ഷൗട്ട് ചെയ്തത്. സോ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അവർ തെറ്റ് കാരണമാണ് ഞാൻ ഷൗട്ട് ചെയ്തത് എന്നാണ് പറയുന്നത്. അല്ലാതെ എൻ്റെ മിസ്റ്റേക്ക് അല്ല ഞാൻ ഷൗട്ട് ചെയ്തത്, നീ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ ഷൗട്ട് ചെയ്തത് എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് വഴക്കൂടി എന്തോ ഒരു ഡിസഗ്രിമെൻ്റ് ഉണ്ടായി, യു ആർഗ്യൂ വിത്ത് യുവർ പാർട്ട്ണർ. നെക്സ്റ്റ് മൊമെൻറ്റ് യുവർ പാർട്ട്ണർ കംസ് ടു യു ആൻഡ് സേസ്, നീ അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് ദേഷ്യം വന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. സോ ഹൗ വിൽ യു ഫീൽ ഇറ്റ്? സോ ദാറ്റ് പേഴ്സൺ ഇസ് ബ്ലെയിമിങ് മീ ഫോർ വാട്ട് ദേ ഡിഡ്. So they are not taking responsibility for their own actions. Instead, they are blaming you for whatever they did. അത് തന്നെയാണ് നമ്മളിപ്പോൾ കുട്ടികളോട് ചെയ്യുന്നത്. മമ്മ പറഞ്ഞത് അത് എടുക്കരുതെന്ന് പറഞ്ഞിട്ട് അത് എടുത്തുകൊണ്ടല്ലേ മമ്മയ്ക്ക് ദേഷ്യം വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ പുട്ടിങ് ദ ബ്ലെയിം ഓൺ ദ ചൈൽഡ്. അപ്പോൾ ആ അപ്പോളജിക്ക് ആക്ച്വലി ഒരു വിലയുമില്ല. കാരണം നമ്മൾ ആ കുട്ടീൻ്റെ അടുത്ത് തന്നെ പറയാണ് നീ അങ്ങനെ ചെയ്തുകൊണ്ടാണ്, അല്ലാണ്ട് എൻ്റെ പ്രോബ്ലം അല്ല, ഇറ്റ് ഈസ് യുവർ പ്രോബ്ലം കാരണമാണ് ഞാൻ അങ്ങനെ ഷൗട്ട് ചെയ്തത്. അപ്പോൾ അവരെന്താ മനസ്സിലാക്കുന്നത്? ഓക്കെ, അപ്പോൾ അതും എൻ്റെ പ്രോബ്ലമാണ്. സോ എന്ന് വെച്ചാൽ ഷൗട്ട് ചെയ്യുന്നതിന് തെറ്റല്ല, ഷൗട്ട് ചെയ്യാൻ ദാറ്റ് ഇറ്റ് ഈസ് ഓക്കെ ടു ഷൗട്ട് ഇഫ് നമ്മളെ ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും വേറൊരാൾ കാണിച്ചു കഴിഞ്ഞാൽ ഷൗട്ട് ചെയ്യുന്നത് ഓക്കെ ആണെന്നാണ് അവർ അതിൽ നിന്ന് പഠിക്കുന്നത്. സോ ദാറ്റ് ഈസ് നോട്ട് ദ മെസ്സേജ് വി വാണ്ട് ആർ കിഡ്സ് ടു ലേൺ, റൈറ്റ്? അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ കുട്ടീൻ്റെ അടുത്ത് കറക്റ്റായിട്ടുള്ള രീതിയിൽ അപ്പോളജൈസ് ചെയ്യാമെന്ന്. പോയിന്റ് നമ്പർ 1, ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ആക്ഷൻസ്. പോയിന്റ് നമ്പർ 2, അക്നോളജ് ദാറ്റ് യു വെർ റോങ്. അതായത് നമ്മൾ തന്നെ പറയാണ് അത് മമ്മയുടെ മിസ്റ്റേക്കായിരുന്നു, അത് എൻ്റെ മിസ്റ്റേക്കായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. യു ആർ ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ആക്ഷൻസ്. യു ആർ സേയിങ് ദാറ്റ് ഐ വാസ് റോങ്. യു ആർ അക്നോളജിങ് ഇറ്റ്. പോയിന്റ് നമ്പർ 3, ഓഫർ ടു മേക്ക് റെസ്റ്റിറ്റ്യൂഷൻ. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ ഈ സിറ്റുവേഷൻ കുറച്ചുകൂടെ ബെറ്റർ ആക്കാം. ഹൗ ക്യാൻ ഐ മേക്ക് ദിസ് റൈറ്റ്? സോ ഐ മേഡ് യു ഫീൽ ബാഡ്, മോനെ ഞാൻ വിഷമിപ്പിച്ചു, എങ്ങനെയാണ് അമ്മ ഇത് കറക്റ്റ് ചെയ്യുക? ഓക്കെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ബേബിക്ക് വിഷമമായില്ലേ, അത് മാറ്റാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? സോ they feel like, okay, you're taking the effort to change that situation. You're taking an effort to actually apologize. അവരോടുള്ള സ്നേഹം കാരണം we are taking accountability for our actions, and we are also ready to change for them, or we are ready to change or help them or be with them through this situation, make this situation better, right? Point number 4, express your interest to change. അതായത് നമ്മുടെ കുട്ടികളോട് പറയാണ് ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദിസ് അഗൈൻ. ഇനി മമ്മക്ക് അങ്ങനെ ഷൗട്ട് ചെയ്യാൻ ഒട്ടും ഇഷ്ടമല്ല, മമ്മക്ക് അങ്ങനെ ഷൗട്ട് ചെയ്യാൻ താല്പര്യമില്ല. നെക്സ്റ്റ് ടൈം തൊട്ട് മമ്മ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു നോട്ട് ഷൗട്ട് അറ്റ് യു. ഓക്കെ, സോ ദാറ്റ് ഷോസ് ഹൗ മച്ച് യു കെയർ ആൻഡ് you care about how much you're concerned, or how much you care about this relationship or making amends to this relationship. Point number 5, request for forgiveness. Can you please forgive me? മമ്മനോട് ക്ഷമിക്കോ, നെക്സ്റ്റ് ടൈം മമ്മ ഇങ്ങനെ ചെയ്യില്ല, മമ്മ മാക്സിമം ട്രൈ ചെയ്യാം മമ്മ ഷൗട്ട് ചെയ്യാണ്ടിരിക്കാനായിട്ട്, മമ്മയുടെ മിസ്റ്റേക്കായിരുന്നു മമ്മ അങ്ങനെ ഷൗട്ട് ചെയ്തത്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, നെക്സ്റ്റ് ടൈം ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് നോട്ട് ടു ഡു ദാറ്റ്. ആൻഡ് പോയിന്റ് നമ്പർ 6 ഇസ് ഡോണ്ട് ജസ്റ്റ് സേ സോറി ആൻഡ് ലീവ്. സോറി അങ്ങനെ പറയുന്ന കുറേ പേരുണ്ട്. നമുക്കറിയില്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എന്തെങ്കിലും ഒരു വഴക്കൊക്കെ ഉണ്ടായാൽ ചില സമയത്ത് നമുക്ക് ദേഷ്യം വന്നിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് സോറി പറയാൻ വേണ്ടിയിട്ടൊരു സോറി പറയും. എങ്ങനെയായിരിക്കും സോറി അങ്ങനെ പറയുന്നതിൽ ആ സോറി കേട്ടാൽ ആ കേൾക്കുന്ന ആൾക്ക് അത് സോറി ആണെന്ന് എന്തായാലും മനസ്സിലാവില്ല. അത് ഇസ് ഇറ്റ് ബിക്കോസ് ദേ ആർ ആക്ച്വലി സോറി? നോ, ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ദേ ജസ്റ്റ് വാണ്ട് ടു ബ്രഷ് ഓഫ് ദാറ്റ് സിറ്റുവേഷൻ. അല്ലെങ്കിൽ അതങ്ങ് കഴിഞ്ഞു, ഞാൻ സോറി പറഞ്ഞല്ലോ, അപ്പം അതിനിപ്പോൾ അങ്ങ് പോട്ടെ, അങ്ങനെ വിചാരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു സോറി പറയുന്നത്. സോ അങ്ങനെ ഒരു സോറി പറയുന്നതിൽ ഒരു അർത്ഥമില്ല. സോ ജസ്റ്റ് ഡോണ്ട് ഡു ദാറ്റ്, but instead take some effort, sit with your child and talk about the situation. Just take accountability for your actions. Say that you are actually sorry, you're genuinely sorry, you are willing to change. അങ്ങനെയൊക്കെ പറയുമ്പോൾ they will feel like, okay, so my mom is in my side, so my mom or dad is on my side. അവർക്ക് അറിയാണ്ട് പറ്റിയൊരു മിസ്റ്റേക്കാണ്. ഇങ്ങനെ നമ്മൾ സോറി പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ അപ്പോളജൈസ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണ്?
The first thing is that when you say sorry to your child and when you apologize the right way, when you take responsibility for your actions, നമ്മൾ പറയാണ് ഞാൻ ചെയ്തത് തെറ്റായിരുന്നു, പക്ഷേ ഐ എം വില്ലിംഗ് ടു ചേഞ്ച്, ഞാൻ ഇത് മാറ്റാൻ ഐ എം റെഡി ടു ചേഞ്ച്, റൈറ്റ്? അങ്ങനെ പറയുമ്പോൾ അവരതിൽ നിന്ന് പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഇറ്റ് ഇസ് ഓക്കെ ടു മേക്ക് മിസ്റ്റേക്സ്. ദാറ്റ് നമ്മളെല്ലാവരും അറിയാണ്ട് നമുക്ക് എല്ലാവർക്കും ലൈഫിൽ കുറേ സിറ്റുവേഷൻസ് വരും നമുക്ക് എല്ലാവർക്കും ഷൗട്ട് ചെയ്യാനുള്ള ടെൻഡൻസി വരും, നമ്മളെല്ലാവരും ദേഷ്യപ്പെടും അറ്റ് വൺ പോയിന്റ്. എന്തൊക്കെയാണെങ്കിലും അത് നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ അടുത്താണെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും വീട്ടേഴ്സ് ചിലപ്പോൾ നമ്മുടെ പേരൻസിൻ്റെ അടുത്തായിരിക്കും, അങ്ങനെ ആരോടാണെങ്കിലും നമുക്ക് എപ്പോഴും ഒരു സിറ്റുവേഷൻ വരും. എപ്പോഴായാലും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സിറ്റുവേഷൻ വരും when we are tempted to shout and we do actually shout. ദേഷ്യപ്പെടുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ is to set this positive example that നമ്മൾ ഹ്യൂമൻസ് ആണ്, നമുക്ക് ദേഷ്യം വരും, നമ്മൾ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാക്കും, പക്ഷേ വി ക്യാൻ ഓൾവേസ് റെക്ടിഫൈ ഇറ്റ്, വി ക്യാൻ ഓൾവേസ് കറക്റ്റ് ഇറ്റ്. നമുക്കൊരു എഫർട്ട് എടുത്താൽ when we apologize when we empathize with the person who was hurt, you take responsibility for your actions, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് obviously ആ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാം and we can always be a better person. So that is, ഇപ്പം ഞാൻ ഇതിൽ നിന്ന് പഠിച്ചതാണ്, even to have a proper communication, proper conversation about after an argument with my husband even. അതിപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു ആർഗ്യുമെൻറ്റ് ഉണ്ടായി തന്നെ ഇനീഷ്യലി ഐ യൂസ് ടു തിങ്ക് let him say sorry അങ്ങനെ വിചാരിക്കുമായിരുന്നു. പക്ഷെ നൗ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇപ്പോൾ ഹി ഈസ് നോട്ട് സംബഡി ഹൂ ഷൗട്ട്സ് അറ്റ് ദി ഡ്രോപ്പ് ഓഫ് ഹാറ്റ്, കുറേ പേഷ്യൻസ് ഉള്ള ഒരാളാണ്. ബട്ട് ദെൻ അറ്റ് വൺ പോയിന്റ് ഇഫ് ഹി ഷൗട്ട്സ് ദറ്റ് മീൻസ് എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഐ ഹാവ് ഓൾസോ മെയ്ഡ് എ മിസ്റ്റേക്ക്. സോ ഞാനിപ്പോൾ അങ്ങനെ ആലോചിക്കുള്ളൂ. സോ ഐ തിങ്ക് ഓക്കെ, സോ ഇഫ് ഹി ഷൗട്ടഡ് ദറ്റ് മീൻസ് ഐ ഹാവ് ഓൾസോ മെയ്ഡ് സംതിങ് ദറ്റ് ട്രിഗേർഡ് ഹിം ടു ഷൗട്ട്. So I understand that it made me something in me that made him shout. But I just go and tell him, I'm sorry I made you feel that way. So അത് കേൾക്കുമ്പോൾ he is also ready to accept that he was at fault. So he says, okay, I'm sorry I shouted at you. I shouldn't have done that. So then we talk about what happened later after apologizing to each other. So our open conversation on this communication after the apology is itself very refreshing, because we have apologized to each other, we have taken responsibility for our actions. Alanda, you're not saying, okay, nee angane cheyidondana enakku desham vanna adondana njan shout cheyide. If he had said that, I would be very triggered and I would say, this is why I was saying that, and then we would just set a very, so we would just continue shouting at each other and blaming each other, so and it would just go on. So but instead we do this, so it is very easy for both of us. So my point is, നമുക്ക് എപ്പോഴും മര്യാദയ്ക്ക് സമാധാനപരമായിട്ടൊന്നും പോകാൻ പറ്റില്ല. വി ഡു ഷൗട്ട്, വി ഡു ഗെറ്റ് ആംഗ്രി, നമ്മളെപ്പോഴും എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ചെയ്യുന്ന കുറേ സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. ബട്ട് വാട്ട് വി ക്യാൻ ടീച്ച് അവർ ചിൽഡ്രൻ ഇസ് ദിസ്, ദാറ്റ് ഇഫ് യു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ആക്ഷൻസ്, നമ്മൾ വേറൊരാളോട് ഹേർട്ട് ചെയ്തെങ്കിൽ അതിനെ അപ്പോളജൈസ് ചെയ്യുക, അതിന് നമ്മൾ റെക്ടിഫൈ ചെയ്യുക, അതൊക്കെ ചെയ്യുമ്പോൾ ഇറ്റ്സ് എ വെരി പോസിറ്റീവ് എക്സാമ്പിൾ യു സെറ്റ് ഫോർ യുവർ ചൈൽഡ്. And you are also teaching them that you can be trusted. ഇപ്പം നമ്മളെ കുട്ടീനെ അത്രയും റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അവരോട് അപ്പോളജൈസ് ചെയ്യുന്നത് എന്നൊരു ഫീലിംഗ് അവർക്ക് ഉണ്ടാവും. സോ ദേ റെസ്പെക്ട് യു. സോ ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ if he ever plays something and plays with something and he makes a mistake, the first thing he does is he comes to me, Mama, I did this, and he says, so he's very open about that. He doesn't hide it, or he doesn't say ആരാരോ ചെയ്തു അങ്ങനെയൊന്നും പറയില്ല. He says, I did this, baby ബേബിൻ്റെ കയ്യിൽ നിന്ന് പാല് വീണുപോയി അങ്ങനെയൊക്കെ പറയും. So we go there, because he trusts me. He knows ഞാൻ അവിടെ അവൻ്റെ കൂടെ ആര് പറഞ്ഞു എന്നോട് പാലെടുക്കാൻ, എന്തിനാ അങ്ങനെ ചെയ്ത്, അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല എന്ന് he knows. So there is that trust. So he just came to me and he always says, Mama, I did this, Mama കയ്യിൽ പാല് താഴെ പോയി, sorry, and he says that. So ആ സോറി കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പകുതി മെൽത്താവും. So yeah, again we just clean it up together, and later we discuss about how we can be more careful next time, so this doesn't happen again. Okay, when we are in a good mood. So it's always apologies is always the right thing to do at home. So your children learn a lot of things, things that you need to learn as a person, as a human being. I know it doesn't come very easily to most of us, because നമ്മളെല്ലാവരും അത് കേൾക്കാണ്ടാണ് വളർന്നവരാണ്. ഇറ്റ് ടേക്സ് ടൈം. കുറച്ച് പതുക്കെ നമ്മൾ തന്നെ സോറിയൊക്കെ പറഞ്ഞ് ഓവർ ദ ടൈം വി ഓൾ ലേൺ ഹൗ ടു അപ്പോളജൈസ് പ്രോപ്പർലി, ഹൗ ടു മേക്ക് അമെൻഡ്സ്, ഹൗ ടു മേക്ക് യുവർ റിലേഷൻഷിപ്പ് ബെറ്റർ. So yes, we all learn it. So if you take an effort, you do definitely learn it, and you will be raising a very happy and empathetic child in a very safe environment. So until I see you next time, happy parenting.